സംബന്ധിച്ച യാഥാർത്ഥ്യമാണല്ലോ. അതുതന്നെയാണ് ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം ലീഗിനെ വർഗീയമെന്ന് പറഞ്ഞപ്പോ നായന്മാരുടെ സമ്മേളനത്തിൽ ചെന്നുകൊണ്ട് ആ സമ്മേളനത്തിൽ പ്രൗഢമായ ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞത്, എന്റെ സമുദായത്തിന്റെ അവകാശത്തിന്റെ മുടിനാരിട വിട്ടുതരുന്ന പ്രശ്നമില്ല, എന്നാൽ ആരാന്റെ അവകാശത്തിന്റെ അളവ് ഞങ്ങൾ പിടിച്ചടക്കുകയില്ല. മറ്റുള്ളവന്റെ അവകാശം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ സമുദായത്തിന്റെ മുടിനാരിട വിട്ടുതരില്ല. ആ സിംഹഗർജനം അന്ന് NSSന്റെ പ്രവർത്തകർ പോലും അത്ഭുതത്തോടെ കേട്ടു. ആർജവമുള്ളൊരു നേതാവിന്റെ ശബ്ദം. അത്തരം നേതാക്കളല്ലേ മുസ്ലിം ഉമ്മത്തിന് ആവശ്യം. അദ്ദേഹം വളരെ വ്യക്തമായി സമൂഹത്തോട് പറഞ്ഞു. അതോടെ അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനത്തോടുകൂടി പലരും മുസ്ലിം ലീഗിനെ വർഗീയമായി കണ്ടിരുന്നിടത്തുനിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിനോട് എടുക്കാൻ പലരും മുന്നോട്ട് വന്നു. അദ്ദേഹം സ്വന്തം സമുദായത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു. മുസ്ലിം ലീഗിന്റെ ലേബലിൽ കേവലം ഒരു CH മുഹമ്മദ് കോയ എന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ തന്നെ എടുത്തു ധരിക്കുന്നത് അദ്ദേഹം ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ബാബക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും അതുപോലെ തന്നെ MK ഹാജിയെ പോലുള്ള നായകന്മാരും ഈ സമൂഹത്തിന് ചെയ്ത സേവന പ്രവർത്തനങ്ങളെ ചെറുതാക്കി കണ്ടുകൊണ്ടല്ല പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ വെളിപ്പാടകരെ നിൽക്കുന്ന എന്തുകൊണ്ടാണ്? CH മുഹമ്മദ് കോയ സാഹിബിന്റെ താല്പര്യപ്രകാരമല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കടന്നു വന്നത്. ആ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ CH എത്രമാത്രം പാടുപെട്ടിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റി വന്നതുകൊണ്ട് എന്തൊക്കെ നേട്ടം മലബാർ മേഖലയിലെ വിദ്യാഭ്യാസത്തിനുണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല, ഏകീകൃത സർവകലാശാല ബില്ല് കൊണ്ടുവന്നതാരാണ്? അതിനുവേണ്ട ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ അന്ന് സർവകലാശാലകളിലൊക്കെ പ്രവർത്തന ഏകീകരണത്തിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനൊക്കെ ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് ഉണ്ടായിരുന്നുവല്ലോ. മാത്രമല്ല, CH മുഹമ്മദ് കോയ സാഹിബ് എന്ന മനുഷ്യൻ കേരളക്കരയിൽ ആദ്യമായി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തൊരു സന്ദർഭമുണ്ടായി. നക്സൽ പ്രസ്ഥാനം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് CHന്റെ കയ്യിൽ ആഭ്യന്തരം വന്നപ്പോ പലരും സംശയിച്ചു പോയി. അദ്ദേഹത്തിന് എന്തു ചെയ്യാൻ കഴിയും? ഹോംഗാർഡിൽ പോലും എടുക്കരുത് എന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ അംഗം ഇന്നെവിടെ എത്തി? CH മുഹമ്മദ് കോയ സാഹിബ് ആഭ്യന്തര വകുപ്പ് കൈയാളി നക്സൽ പ്രസ്ഥാനത്തെ ശരിക്കും നിയമപരമായ മാർഗത്തിലൂടെ ഒതുക്കി എന്ന് മാത്രമല്ല, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഹോംഗാർഡിൽ പോലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പ് ഏൽപ്പിച്ചുകൊണ്ട് അന്യരാജ്യവുമായി ഇന്ത്യക്ക് സംസാരിക്കാൻ ഓൺ ബിഹാഫ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്യുവാൻ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധിയെ സ്വീകാര്യനായി മാറിയ ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാലഘട്ടത്തിന്റെ മാറ്റമാണ്. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ അടിത്തറയിട്ട പ്രസ്ഥാനമാണിത്. ഒരിക്കലും ഒരാളുടെയും കുതന്ത്രങ്ങൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇതിനെ തടുക്കാൻ കഴിയില്ല. ഇന്നും ഇന്ത്യയിൽ റോയൽ അഥവാ നമ്മുടെ ചാരസംഘടനയിൽ അപ്രകാരം SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇതിലൊന്നും ഒരു മുസ്ലിമിനെ എടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരും അങ്ങനെ പ്രചരിപ്പിക്കുന്നവരും അതൊരു അലിഖിത നിയമമായി കൊണ്ടു നടക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിയെത്തി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ നോക്കൂ. ദേശീയ സുരക്ഷാ ഏജൻസികളിൽ പലതരം മുസ്ലിങ്ങളില്ലല്ലോ. എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ സംഘടിച്ച് ശക്തരായി മുന്നോട്ട് വന്നൊരവസ്ഥാവിശേഷം എന്തുകൊണ്ടുണ്ടായി? ഏത് രംഗത്തും നമുക്കത് കാണാൻ കഴിയും. മാത്രമല്ല, CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാഴുമ്പോഴാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പിന്റെ ഫയൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഹരിജൻ DSP ആയി വരുന്നത്. അന്യ സമുദായത്തോട് ചെയ്ത സേവന പ്രവർത്തനം നോക്കൂ നിങ്ങൾ. ഹരിജൻ വിഭാഗത്തോട് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ലല്ലോ നോക്കിയത്. മതേതര രാജ്യം എന്ന രീതിയിൽ ശ്രീ രാമ മാസ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട PSC മെമ്പർ ആയിക്കൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ഓർക്കണം, PSCയിൽ മെമ്പറായിരുന്നു അദ്ദേഹം. പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പർ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന് കിട്ടിയ അവസരം അദ്ദേഹത്തിന് നൽകുന്നു. നിങ്ങൾ ഓർക്കണം, ആ രീതിയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ മതേതരത്വം സ്വീകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തോടും പെരുമാറി. ഇന്ത്യയുടെ ആവശ്യമാണ്. ഇസ്ലാമിന്റെ നിലനിൽപ്പിനും മുസ്ലിങ്ങളുടെ പുരോഗതിക്കും ആ രീതിയിലുള്ള സമീപനം തന്നെ വേണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആരോടും വൈരവിദ്വേഷം വെച്ച് പ്രവർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആരുടെയും അവകാശം നമ്മൾ പിടിച്ചടച്ചാതെ, ആർക്കും അവകാശം കൊടുക്കാനുണ്ടെങ്കിൽ നിഷേധിക്കാതെ മാന്യമായ പെരുമാറ്റം, ഇത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ സംഭവം നോക്കൂ നിങ്ങൾ. അമുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും അവകാശം നമ്മൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കണമെന്നല്ലേ? ഒരു അമുസ്ലിം നമ്മൾ കൊടുക്കാണ്ട് കടമാകട്ടെ, അല്ലെ എന്തെങ്കിലും ബാധ്യതയാവട്ടെ. നാളെ പരലോകത്ത് പടച്ചറപ്പ് ജനങ്ങൾ മുഴുവൻ പരീക്കും ഫിൽ ജന്നത്തിയോ പരീക്കും സഈർ എന്ന് പറഞ്ഞ് വേർതിരിച്ചിട്ട് സ്വർഗത്തിന്റെ അവകാശികളെ സ്വർഗലോകത്തേക്കും നരകത്തിന്റെ അവകാശികളെ നരകത്തേക്കും തിരിച്ചുവിടുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ വിളിയാളമുണ്ടാകും. അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിക്കുന്നു, ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന. സ്വർഗത്തിന്റെ അവകാശികളിൽ ഒരുത്തരും സ്വർഗത്തിലേക്ക് പോവുകയില്ല. എങ്ങനെ? ഫവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമദ്ലമ.
അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവകാശം ഇങ്ങോട്ട് കിട്ടാൻ ഒരു നരകവാശിക്കുണ്ടെങ്കിൽ അത് തീർത്തു കൊടുത്തിട്ടല്ലാതെ. നിങ്ങൾ ഓർക്കണം, അമുസ്ലിമായ മനുഷ്യൻ നരകത്തില. അവന് വല്ല അവകാശവും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മുസ്ലിം കൊടുക്കാനുണ്ടെങ്കിൽ ആ അവകാശം കൊടുത്തിട്ടല്ലാതെ. അള്ളാഹു പറയുന്നു, ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു, ഒരിക്കലും മുന്നോട്ട് പോകാൻ അവന് കഴിയില്ല. അപ്പോൾ അവകാശം ആർക്കും കൊടുക്കണം, ഏതവകാശിക്കും അവകാശം കൊടുക്കണം. വർഗീയത ഒരിക്കലും ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ വർഗീയത ഇല്ലാത്തൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്.